നമ്മൾക്ക് ഇന്ന് കുറച്ച് ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കാം. നല്ല കളർഫുള്ളായിരിക്കും, ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മൾക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ നമ്മൾക്ക് വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുമന്നുള്ളി, കുറച്ച് കരിയാപ്പിലയും കൂടെ വേണം. ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യത്തിനെടുത്തിട്ട് വഴട്ടാം. നമ്മൾ പാൻ അടുപ്പിൽ വെച്ച് തീ ഓൺ ചെയ്തു. പാൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. പാൻ ചൂടായിട്ടുണ്ട്, നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് എണ്ണ ഇട്ടാൽ മതി, കൂടുതൽ നമുക്ക് ഇടണ്ട. ഇതിനെ നമുക്ക് ചുറ്റിച്ച് എല്ലാ പാനിൻ്റെ എൻഡിലോട്ട് അത് ഇട്ട് കൊടുക്കും. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കും. ചൂടായ പാനിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് അതിന് നമുക്ക് ശരിയേരം ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്ക്, ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് ഇടയ്ക്ക് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അത് കരിഞ്ഞു പോകാതിരിക്കാനാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ചുമന്ന കുഞ്ഞുള്ളിക്ക് പകരം വലിയ സവാളയായാലും മതി, ചെറുതായിട്ട് അരിഞ്ഞത് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. അത് വഴണ്ട് കഴിയുമ്പം ചെറുതായിട്ടൊന്ന് പച്ചിപ്പ് മാറിക്കഴിയുമ്പം നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പച്ചടി നമ്മൾക്ക് സാധാരണ മലയാളികൾക്ക് ഒരുമാതിരിപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാം. ഈ പുതിയ ജനറേഷൻസൊക്കെ ഇങ്ങനെ നമ്മുടെ പഴയ ഫുഡുകളൊക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും കൂടെ ഉള്ളതാണ്. പുതിയ ആൾക്കാരും വേണമെങ്കിൽ നോക്കി വാച്ച് ചെയ്യുന്നതിൽ തെറ്റില്ല. നല്ല അടിപൊളി ബീറ്റ്റൂട്ട് പച്ചടിയായിട്ട് കിട്ടും. അതിനെ വഴണ്ട് കഴിയുമ്പോൾ ഒരു 3-4-5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ഇതിനെ ഒരു മൂടി വെച്ച് നമ്മൾ അതിനെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 to 5 മിനിറ്റ്സ് വരെ അതിരുന്ന് വേഗട്ടെ. സ്ലോ കുക്കറിൽ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. നമുക്കത് വെന്തോന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. നമ്മൾക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി, നമ്മുടെ ടേസ്റ്റ് പോലെ. നമ്മളധികം എക്സ്ട്രാ ഇടണ്ട. മോരും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമില്ല. അതിന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് അതിനെ അടുപ്പിച്ച് വെച്ചിട്ട് ഒന്നും കൂടെ മൂടി വെക്കാം. ഒരു 2 മിനിറ്റും കൂടി ഇരുന്ന് വേഗട്ടെ. അത് 2 മിനിറ്റത്തേക്കും കൂടെ വേവിച്ച് മൂടി വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് വെന്തു. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊടിച്ചത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. നമുക്ക് കടുക് പൊടിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ, അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം 1 സ്പൂണോളം ഇട്ടാൽ മതിയായിരിക്കും, അത്രയും മതി. അതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ തൈരാണ്. തീയും കൂടെ കുറച്ച് കൊടുക്കാം. തൈരിടുമ്പോൾ അധികം ചൂടായാലും നമ്മൾ പിരിഞ്ഞു പോകും. നമ്മൾ യോഗട്ടാണ് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. തിക്ക് യോഗട്ട്, ഈ യോഗട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഓൺഗൻ്റെ കട്ടിയുള്ള യോഗട്ട്. ഒരു വലിയ തവിക്ക് ഒരു 2 തവി ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം, ശകലം കൂടെ. ഇനി നമുക്കിതിനെ മിക്സ് ചെയ്തിട്ട് തീ ഓഫാക്കാം. നമുക്ക് തീയുടെ ആവശ്യമില്ല. ഇനി തീ ഓഫാക്കിയിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. സോ അങ്ങനെ അടിപൊളി ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കി.
അറിഞ്ഞുകൂടാത്തവർ ട്രൈ ചെയ്യണം, നല്ലതാണ്. എപ്പോഴും നമ്മൾ പച്ചടി ഉണ്ടാക്കാറില്ല, സ്പെഷ്യൽ ഡേയ്സിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ളത് ബീട്രൂട്ട് ഇങ്ങനത്തുള്ള ഉള്ളി പലതും വെച്ച് നമുക്ക് ചെയ്യാം. അതുപോലെ നല്ലൊരു അടിപൊളി പച്ചടി ഉണ്ടായി. ഇത് ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. നമ്മുടെ സ്പെഷ്യലാണല്ലോ, നമ്മുടെ ഓണപരിപാടികൾക്കൊക്കെ ആൾക്കാർ ഉണ്ടാക്കുന്നതല്ലേ. അതാണ് അന്നേരം ഇന്നത്തെ പച്ചടി ഇതായിരുന്നു റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.